ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ എന്ന ചോദ്യമാണ് ലോക ചാപ്റ്റർ 2-ന് ഹൈപ്പ് കൊടുക്കുന്നത്. എന്നിട്ടുള്ള ഡിക്യുവിന്റെ നോട്ടവും അതേ എന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ളതാണ്. നമുക്ക് ഹിറ്റ്ലറുടെ മരണവും അത് എങ്ങനെ ലോക ചാപ്റ്റർ 2-ലേക്ക് കണക്ട് ആകുന്നു എന്ന് നോക്കിയാലോ. എങ്ങനെയാണ് ഹിറ്റ്ലർ മരിച്ചത്? 1889 ഓസ്ട്രിയയിലെ ഒരു റോമൻ കാത്തലിക് കുടുംബത്തിൽ കർക്കശക്കാരനായ ഒരു കസ്റ്റംസ് ഓഫീസറുടെ മകനായിട്ടാണ് ഹിറ്റ്ലർ ജനിച്ചത്. തന്റെ 56-ാമത്തെ വയസ്സിൽ 1945-ൽ സോവിയറ്റ് പടയാളികൾക്ക് പിടികൊടുക്കാതെ ജർമ്മനിയിലെ ഒരു ബങ്കറിൽ വച്ച് സ്വയം വെടിവച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഹിറ്റ്ലർ. ഇതിൽ എവിടെയാണ് ഈ ട്രെയിലറിൽ പറയുന്ന കൊലപാതകത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹിറ്റ്ലറുടെ ആത്മഹത്യയിലെ ദുരൂഹതയാണ് ഹിറ്റ്ലർ കൊല്ലപ്പെട്ടതാവാമെന്ന് പറയുന്നതിനുള്ള സാധ്യത. 42 തവണയാണ് കൊലപാതക ശ്രമങ്ങളിൽ നിന്ന് ഹിറ്റ്ലർ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയും ബോംബ് വച്ചിട്ടുമുള്ള വധശ്രമങ്ങളിൽ നിന്ന് ഹിറ്റ്ലർ വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. കൊടും ക്രൂരതകൾ തുടർന്ന ഹിറ്റ്ലറിന് ആദ്യം പിഴച്ചത് 1941-ൽ സോവിയറ്റ് യൂണിയൻ തകർത്തതായിരുന്നു. യുഎസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതുമായിരുന്നു രണ്ടാമത്തെ പിഴവ്. നാസി ക്യാമ്പുകളിൽ ജൂതമതവിശ്വാസികളെയും യുദ്ധത്തടവുകാരെയും കൊന്ന് തന്റെ ക്രൂരത ലോകത്തിനു മുന്നിൽ കാണിച്ചതും ഒരു പോരായ്മയായി. 1942-ൽ സോവിയറ്റ് യൂണിയനും യുഎസും നടത്തിയ തിരിച്ചടിയിൽ ഹിറ്റ്ലറിന് അടിപതറി. പിന്നീട് സഖ്യകക്ഷികൾ ഇറ്റലിയെ പിടികൂടി ഹിറ്റ്ലറുടെ കൂട്ടുകാരനായ മുസോളിനിയെയും വൈഫിനെയും വെടിവച്ചു കൊന്ന് മിലാനിലെ ഒരു നഗരത്തിൽ തലകീഴായി തൂക്കിയത് ഹിറ്റ്ലറുടെ സകല ധൈര്യവും നശിപ്പിച്ചു. യുഎസും സോവിയറ്റ് യൂണിയനും തന്നെ പിടിച്ചാലും ഇതുതന്നെയാകും അവസ്ഥ എന്ന തോന്നൽ ഹിറ്റ്ലറിനെ ആത്മഹത്യയിലേക്ക് അടുപ്പിച്ചു. 1945 ഏപ്രിൽ 30-ന് വൈകുന്നേരം 3:30 വെടിയൊച്ച കേട്ട അനുയായികൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ തലയിൽ വെടിയേറ്റ് ആത്മഹത്യ ചെയ്ത ഹിറ്റ്ലറിനെയും സയനൈഡ് കഴിച്ച് മരിച്ചു കിടക്കുന്ന വൈഫിനെയുമാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം അനുയായികൾ ബോഡി കത്തിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ബങ്കറിൽ നിന്ന് ജീവനോടെ പുറത്തുവന്ന ഹിറ്റ്ലറുടെ അനുയായികളുടെ വിശദീകരണത്തിലെ പൊരുത്തക്കേടാണ് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് സംശയിക്കാൻ കാരണം. ആദ്യമായി ബങ്കറിൽ എത്തിയ സോവിയറ്റ് യൂണിയൻ ആർമിയും ശരിയായ വിശദീകരണം പുറത്തുവിട്ടില്ല. പൂർണ്ണമായും കത്തിയ ശരീരമാണ് കണ്ടെത്തിയതെങ്കിലും പൊതുജനത്തെ കാണിക്കാത്തതിലും ദുരൂഹത ഒളിച്ചിരിപ്പുണ്ട്. ഇതിന്റെ കൂടെയാണ് ഹിറ്റ്ലറിനെ ആരോ വെടിവച്ചു കൊന്നു എന്ന ദുരൂഹതയും പൊങ്ങിവന്നത്. ഇനി ലോക്കയിലേക്ക് വരാം. ഒടിയൻ എന്ന ചാർലി നമ്മൾ ലോക്കയിൽ കണ്ടത് ഒരു ജപ്പാനീസ് നിഞ്ച ലുക്കിലാണ്. ഹിറ്റ്ലർ കൊന്നൊടുക്കിയ ധാരാളം പേരിൽ ചാർലിയുടെ പൂർവികരും ഉണ്ടായിരിക്കണം. അതിന്റെ പ്രതികാരമായി ചാർലി വേഷം മാറി വന്ന് കൊന്നതാകാം. തങ്ങളുടെ നായ പോലും സോവിയറ്റ് യൂണിയനിൽ അകപ്പെടരുതെന്ന് വാശിയുണ്ടായിരുന്ന ആൾ ആയിരുന്നു ഹിറ്റ്ലർ. അതിനുവേണ്ടി തന്റെ പട്ടികളെ വിഷം കൊടുത്തും വെടിവച്ചും കൊന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നായ ആയിരിക്കാം ചാർലിയുടെ കൂടെ സന്തത സഹചാരിയായി ഉള്ള ആ ജർമ്മൻ ഷെപ്പേർഡ്.